എല്ലാവർക്കും അതെ, പള്ളിയിലച്ചന്മാർക്കും അതെ, ബിഷപ്പുമാർക്കും അതെ, ഇവിടുത്തെ MLA-ക്കും അതെ, MP-ക്കും അതെ, മന്ത്രിക്കും അല്ലാതെ കക്കുന്നവന്റെ കൂടെ നിന്ന് അവന്റെ പങ്ക് പറ്റിക്കഴിഞ്ഞാൽ അവൻ അതിവലിയ കള്ളത്തരമായിട്ട് വന്നു കഴിയുമ്പോൾ എന്നാ പറയും? നീന്റെ കൂടെ ഞങ്ങൾ അന്ന് നീ എന്തിനാ ഞങ്ങളെ തല്ലിയെന്ന് ചോദിക്കും. അതാണ് നടക്കുന്നത്. ഇവിടെ പെണ്ണ് കേസ് വരുന്നു. ഇവനെല്ലാം പെണ്ണ് പിടിക്കുന്നവനാണ് മറ്റവനും പെണ്ണ് പിടിക്കാൻ പോകുന്നത്. അപ്പൊ ഇവന് സൈഡ് പറയാൻ പറ്റുമോ? പറ്റുകയില്ല. എടാ നിനക്ക് പറ്റിയവരാ എനിക്കും പറ്റുള്ളൂ, അപ്പൊ അവനെ വിട്ടേരെ. ഇതാണ് ഇവിടെ നടക്കുന്നത്. സത്യസന്ധമായി നടക്കുന്നെങ്കിൽ ഒരു കാരണവശാലും ഇത്രയും വക്കീലന്മാരും ഇവിടെ ഉണ്ടാകുകയില്ല, ഇത്രയും പള്ളി ഉണ്ടാകുകയില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നവനാ. നേരും നെറി ഉണ്ടെങ്കിൽ ഞാൻ പറയാം, ഈ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്ന എന്തേരം പേരുണ്ട് ഈ മീനച്ചി താലൂക്കിൽ ഞാൻ വെറ്റുവെക്കുന്നു. എത്ര പേര് ലൈസൻസ് ഇല്ല വണ്ടി ഓടിക്കുന്നു? ആരെയും പിടിക്കുന്നുണ്ടോ? പാവപ്പെട്ട ഒരു ഗവൺമെന്റ് ഒരു പെണ്ണ കമ്പനി വെച്ചിട്ട് ഉടനെ പിടിച്ചു, കേസ് 500 തള്ളി. എല്ലാ മേഖലയിലും ഇത് തന്നെയാ. ഇത് ആരെ കൊണ്ട് നന്നാക്കാൻ പറ്റില്ല. അന്നേരമാണ് നിവൃത്തി കെട്ടി കഴിയുമ്പോൾ തന്നെ തോക്കിനോ പിച്ചാത്തിക്കോ കുത്തി അല്ലെ കഴുത്തില്ല ഞാനിത്. ഏക്കറിനകത്ത് ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞ് നടത്തുന്നു പ്രസ്ഥാനം. 8 കിറ്റാച്ചി 9 കിറ്റാച്ചിയൊക്കെ ഒരു ദിവസം പണിയുന്നത്. കല്ലുകൊണ്ട് മണ്ണുമുണ്ട്, കാണാതെ പോകുന്നുണ്ട്. ഈ സംഭവമല്ല. 5:45 തുടങ്ങി കഴിഞ്ഞാൽ ഇത് തീരുമ്പോൾ രാത്രി 7 മണിയൊക്കെ ആകുമ്പോഴാണ് നിർത്തുന്നത്. ചില ദിവസം 8:30 വരെ നിർത്തും മണി. അതോ വെടി കൊട്ടുന്ന കേട്ട് കഴിഞ്ഞാല് ഈ ആരാണ്ട് പറഞ്ഞാൽ എന്നാ പറയുന്നത് അറിയാൻ വാക്കില്ല. ആ സൈസ് സൗണ്ടിലാണ് പൊട്ടിക്കുന്നത്. ഇതിനൊക്കെ ഒരു കണക്കും കാര്യങ്ങളും ഇല്ലേ? അതായത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇന്നലെയൊക്കെ ഇവിടെ റെഡ് അലോട്ട് അല്ലായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. അന്നും ഇന്നലെയും പൊട്ടിച്ചു. അവർക്ക് ഏത് അലോട്ട് വന്നാലും അവർക്ക് പ്രശ്നമല്ല. അവർ പൊട്ടിക്കുന്നു, ലോഡ് കൊണ്ടുപോകുന്നു. എന്നും ഉണ്ട് ഇവിടെ. ഒരു ദിവസം ഞായറാഴ്ച പോലെ ഇന്നലെ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിയായപ്പോ തുടങ്ങി. അതോ ബ്രേക്കർ ഇട്ട് കഴിഞ്ഞാൽ ബ്രേക്കറിന്റെ കൂടെ ഹിറ്റാച്ചി മറ്റേ സാമാനം കോരിച്ച വാരിച്ച എന്നാ പറയുന്നത് സർവത്ര പണി നടത്തുക. എങ്ങനെ ജീവിക്കും മനുഷ്യനെ ഇവിടെ? ജീവനും സ്വത്തിനും സംരക്ഷണം തരേണ്ട ഉദ്യോഗസ്ഥന്മാര് ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുക. ജീവനും സ്വത്തിനും സംരക്ഷണം തരണമെന്ന് പറഞ്ഞാൽ ഇവര് വലിയ സഭയിൽ കയറി കിടന്ന് സത്യവാക്യം പറയുന്നുണ്ടല്ലോ. ദൈവനാമത്തിലാകാം, ആരുടെയും നാമത്തിലാകാം പറയുന്നുണ്ടല്ലോ. ഇത് 100 ഏക്കർ സ്ഥലം. ആ പ്രദേശത്തെ മുഴുവൻ മനുഷ്യരോട് മുഴുവൻ ചൊളു വില കൊടുത്ത് മേടിച്ചിരിക്കുന്നു. പേടിക്കൊണ്ട് ഒരുമാതിരിപ്പെട്ടവർ മുഴുവൻ ഇവിടെ വിട്ടുപോകുന്നു. കൂടുതൽ സ്ഥലമുള്ളവർ ഇവിടെ കിടക്കുന്നു. കുറച്ച് സ്ഥലമുള്ളവരെ വിട്ടു പോവുക. ഈ പാർപ്പിടക്കാരെ എത്ര വീട്ടുകാരെ ഒഴിപ്പിച്ചിട്ടാണ് ഏതാണ്ട് ഒരു 10-20 വീട്ടുകാരെ ഒഴിപ്പിച്ചിട്ടില്ലേ? എങ്ങനെയാണ് 10-15 വീട്ടുകാർ? ഈ 100 ഏക്കർ പാർപ്പിടക്കകത്ത് 25 വീട്ടുകാരുണ്ട്. ഈ 10-15 വീട്ടുകാരെന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം ഈ 30 സെന്റ് 40 സെന്റ് കൂടുതൽ സ്ഥലമുള്ളവരില്ല. പിന്നെ ഒരു 3-4 പേര് 5-6 ഏക്കർ സ്ഥലമുള്ളവരാ. ബാക്കി പിന്നെ ഇവിടെ താമസിക്കുന്ന റോഡർമി താമസിക്കുന്ന 10-15 വയസ്സുള്ള കാരണന്മാർ വീട്ടിലുണ്ട്. ചേട്ടാ ഈ പഞ്ചായത്ത് വില്ലേജ് പറയാമോ? ഇത് പിന്നെ മേനച്ചി താലൂക്ക്, ഭരണങ്ങാനം പഞ്ചായത്ത്, ഭരണങ്ങാനം വില്ലേജ്, പിന്നെ ഉള്ളനാട് കര അല്ലെ, ആലമറ്റം വാർഡ്, 3-ാം വാർഡ്. ഈ പാറമട ഇരിക്കുന്ന വാർഡ് 3-ാം വാർഡ് ആലമറ്റം. ഈ പാറമട ഇരിക്കുന്ന എത്ര വാർഡിൽപ്പെട്ട ഈ 100 ഏക്കർ? ഈ 100 ഏക്കർ 3-ാം വാർഡ് മൂന്നാം വാർഡ്. അതായത് ഒരു വാർഡ് മൊത്തം മേടിച്ചിരിക്കുക. ജനവാസ മേഖലയാണ്. ഒരു മണിക്കൂറിൽ എത്ര ടോറസ് കല്ലുകൾ? ഏറ്റവും കുറഞ്ഞത് ഒരു 70 വണ്ടി, 110 വണ്ടി വരെ പോയി ഞങ്ങൾ എണ്ണിയിട്ടുണ്ട് ഒരു ദിവസം. അതായത് ഒരു 10-60 വീട്ടുകാർ വെള്ളം കുടിക്കുന്ന മോളിൽ നിന്ന്. ഈ പ്രദേശത്തുള്ള കുടിവെള്ള പദ്ധതി ഉണ്ടോ? ഉണ്ട്. അവിടെ 10-60 വീട്ടുകാർ വെള്ളം കുടിക്കുന്ന ഒരു ഓലിയുണ്ട്. അതുവരെ ഇവര് നികത്തി കളഞ്ഞാണ് സമന്വയം ജലനിധി. അതുവരെ അവര് അവിടെ വലിയ കല്ലുകൾ കൂട്ടി തോടിനെല്ലാം ഇട്ടിരിക്കുക. തോട് നശിപ്പിച്ചു. പിന്നെ താഴെ ഇതിന്റെ അടിവശത്ത് ഒരു അംഗൻവാടി ഉണ്ട്. 10-16 പിള്ളേര് പഠിക്കുന്നുണ്ട്, കുഞ്ഞു പിള്ളേര്. അംഗൻവാടി, ഇതിന്റെ റോഡർബി ഒരു അംഗൻവാടി ഉണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഇതിന്റെ താഴെ ഇതിന്റെ ഈ താഴെ നമ്മൾ ഈ റോഡിൽ തന്നെയാ, ഈ മെയിൻ റോഡിൽ തന്നെ. പിന്നെ എത്ര 10-16 പിള്ളേരുണ്ട് ഉണ്ട് ഇപ്പോഴും ഉണ്ട്. ഇന്നിപ്പം ഇപ്പൊ ഉണ്ട്. ഇപ്പൊ പിള്ളേർ കാണും, വിട്ട് കാണുകയില്ല. ആ പിള്ളേർ പോയി കാണും. 3:30 പൊടിയുടെ ശല്യം ഉണ്ട്, ഭയങ്കര പൊടി ശല്യം ഉണ്ട്. അതുപോലെ തന്നെ നിയമപരമായിട്ട് ഈ റോഡ് PW റോഡാ. ഇത് സാധാരണ വണ്ടി ഓടുന്ന റോഡാ. NH ഹൈവേ ഒന്നുമല്ല. സാധാരണ പഞ്ചായത്ത് റോഡ് PWD ഏറ്റെടുത്ത് നടത്തുന്ന ഒരു റോഡായത്. ഈ റോഡിൽ കൂടെ ഇത്രയും വലിയ 10-60 ടണ്ണ് ഭാരം വെച്ച് വണ്ടി കൊണ്ടുപോകാൻ ഒരു കണക്കിന് നിയമമില്ല. ഒരു മനുഷ്യന് നടന്നു പോകത്തില്ല. ഈ സൈഡിൽ കൂടെ നടന്നു പോകാനുള്ള റോഡില്ല. എന്നിട്ട് ഇത് 1 വേ ആയിട്ട്, അതാ ഈ റോഡിന്റെ പകുതി. ഈ റോഡ് അവിടെ നിന്ന് ആലമറ്റം തൊട്ട് ഈ അംഗൻവാടിക്ക് വരെയും റോഡ് പൈസ മുടക്കി അവരാണ് നന്നാക്കിയിരിക്കുന്നത്. ആര്? പാറമടക്കാരൻ.
ഈ ടോറസ് പോയി കഴിഞ്ഞാൽ സൈക്കിൾ ഏത് സമയത്ത് ഒരു പാറമുട്ടിൽ തുടങ്ങുന്നത്? 5:45 പാറമുട്ടി തുടങ്ങും, 5:30 തുടങ്ങും. വെടിയൊക്കെ വെക്കുന്ന എപ്പോഴാണ്? വെടിയൊക്കെ വെച്ച് 2:30 ആകുമ്പോ ഭൂലോകം എടുക്കുന്ന സൈസ് വെടിയാണ്. ഇന്ന് 2:15 വെച്ചു. ഇന്ന് 2:15. അത് ഒരു എത്ര മണിക്കൂർ നേരത്തിനുണ്ടത്? അത് ഒരു പൊട്ട് പൊട്ടുക എന്ന് പറഞ്ഞാൽ ഒരു 3 പൊട്ടിന്റെ പൊട്ടാ ഒറ്റ പൊട്ട്. നമുക്ക് അന്നേരം ഇവിടെ എന്താ സംഭവിക്കുന്നത്? അന്നേരം ഭയങ്കര മുഴക്കം, പാത്രം വരെ ഗലിയിൽ ഒച്ച, അടുത്തിരിക്കുന്നവരെ വിളിച്ചാൽ കേൾക്കത്തില്ല, അവനവന്റെ വീട്ടിൽ ഇരുന്ന്. ഇതെല്ലാം കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ മെമ്പറത്തെ വിളിക്കുക, എടി ആന്ന് വെക്കും. കാരണം അത്ര ഒച്ചയാ, ചെവിക്കകത്ത് മൂളല്, ചെവി ഭയങ്കരമായിട്ട് മൂളുക. ഈ പൊട്ടിയിൽ തുടങ്ങുന്നതിന് പിന്നെ മൊത്തം ഒരു വൈബ്രേഷൻ മൊത്തത്തിൽ എക്കോ, അങ്ങനെ മലയാ, എക്കോ ഭയങ്കര എക്കോ, മുഴക്കം. ഇടി മുഴങ്ങുമ്പോ നമുക്ക് ഒരു ഒച്ചയില്ലേ, ആ സൈസ് ഒച്ചയാ. പിന്നെ എന്നാ ചെയ്യുന്നു? ഈ ഉച്ചയ്ക്ക് മാത്രമേ പൊട്ടിയിട്ടുള്ളൂ? മിക്കവാറും ഉച്ചയ്ക്കാ പൊട്ടിക്കുന്നത്. ദിവസം ഒരു നേരം അത് ഒരു 4 ദിവസം പൊട്ടിയിട്ട് ഒറ്റ പൊട്ടിയത്. അത് 4 ദിവസം പൊട്ടിക്കുന്ന പൊട്ടി ഒറ്റ പൊട്ടയാണല്ലേ? വേറെ എന്തെങ്കിലും സ്ഫോടക വസ്തുക്കൾ? അത് 2 മെഷീനോ അതിന്റെ സംഭവം ഉണ്ടല്ലോ ഇതിന്. അതിന്റെ മീറ്റർ ആയിട്ട് സാധനം കൊടുക്കുന്നത് പേരും നമുക്കറിയത്തില്ല. അതിന്റെ ഒരു മെഷീൻ മോളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്, അതൊക്കെ കണക്ട് ചെയ്ത് തട്ടുക. ഒരു നിമിഷം കൊണ്ട് ഒരു നിമിഷം എല്ലാം വെടി പുകയെ ഒരുമിച്ച് പെടുപെടുപെടുപെടുന്ന് വീഴുന്ന കേൾക്കാം. നെല്ലിക്ക ചാക്ക് അഴിച്ചു വിടുന്ന ഇങ്ങനെ കല്ല് വീഴുന്നുണ്ട്. എന്റെ പ്രദേശം എന്റെ വീടിന്റെ വിരിവുണ്ട്. അധികം ഇതുവരെ വീട് വിരിയാത്ത വീടാ. 3-4 ഞാൻ കാണിക്കാൻ വീട് കണക്കാം. ചേട്ടന്റെ വീടിനുണ്ടോ? ഉണ്ട്, ഞങ്ങളുടെ എല്ലാം വീടുണ്ട്. എല്ലാവരുടെ വീടിനുണ്ട് വിരിവുകളുണ്ട്. കാരണം മുഴക്കം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ഭൂമി കുലുങ്ങുന്നതിന് തുല്യമല്ലേ. ചേട്ടാ, ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറുടെ പേരുന്നോ? CJ മാർട്ടിൻ. ഒരു മെമ്പർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒപ്പം നിൽക്കേണ്ടതാണല്ലോ. ഇത് പുതിയ മെമ്പറാണ്. ഈ മെമ്പറെ വിട്ടാക്കാൻ ഇതിന് മുമ്പുള്ള മെമ്പർ ഒരു വിഷയമില്ല, അവൻ കഞ്ഞിക്കുണ്ടാക്കി. അവൻ കഞ്ഞിക്കുണ്ടാക്കി. നാട്ടുകാരെ ഒറ്റ അതെ അതെ. എന്തോ എല്ലാരും നാട്ടുകാരെ ഒറ്റ കൊടുക്കാൻ നിൽക്കുക മെമ്പർമാരൊക്കെ. യേശുവിനെ ഒറ്റ കൊടുത്താൽ നമ്മൾ പറയുമ്പോ നമ്മൾ കൈകാര്യം ചെയ്തേക്കാൻ പാർട്ടി കാര്യങ്ങളൊന്നും സംസാരിക്കണം. കാരണം ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ജനങ്ങളുടെ ഒപ്പം ഞങ്ങൾ 4 പേര് 4 പാർട്ടിക്കാരാണ്. പക്ഷെ ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതുവരെ ഇടപെടാത്തവരാ. ഞങ്ങൾക്ക് ഇപ്പൊ കിടക്കപ്പുറത്ത് ഇല്ലെന്നായപ്പോ ഞങ്ങൾ ഇടപെടണം. ആ മുണ്ടൊക്കെ ചൂരമലയിലെ ഉരുളപൊട്ടലൊക്കെ ഉണ്ടായപ്പോ അവിടെ പാർട്ടിയോ മതമോ നോക്കിയിട്ട് ഒറ്റക്കെട്ടായിട്ട് അതുപോലെ തന്നെ പ്രളയം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരു കക്ഷി ഇപ്പൊ ഇങ്ങനെ കിടക്കുന്ന ഈ മഴ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങിയ അവിടുന്ന് ഉറമ്പയുടെ കളിയായി വലിയ വെള്ളച്ചാട്ടമായിട്ട് ഭയങ്കര വെള്ളച്ചാട്ടമായിട്ട് ഇങ്ങോട്ട് ഒഴുകും. ഒഴുകി കഴിഞ്ഞാൽ ഈ താഴെ അടിവശം മുഴുവൻ ഇങ്ങനെ ഒഴുകി പോകും. ആ തോട് മിക്കവാറും നകന്നു പോകും. ആ വെള്ളം കൊണ്ട് ആ മണ്ണ് ഒഴുകി വന്ന അതിട്ട് പിന്നെ ഈ വെള്ളം മുഴുവൻ കരകി കയറും. കാരണം ഇവിടെ ഈ തോട് ഇല്ലായിരുന്നു. ഒരു 10-90 വർഷം മുമ്പ് തോടിന്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എന്തെങ്കിലും ഇവർക്കെതിരായിട്ട് വല്ല സംസാരിക്കുകയോ എന്തെങ്കിലും നമുക്ക് അനുകൂലമായിട്ട് ഈ നാട്ടുകാർക്ക് അനുകൂലമായിട്ട് വല്ല സംസാരിക്കും. ഇതിനു മുമ്പുള്ളവരുടെ ഭാഗത്തുനിന്ന് യാതൊരു ഇതുണ്ടായിട്ടില്ല. ഇവിടെ മാണി സി കാപ്പനാണല്ലോ ഇവിടുത്തെ MLA. അതുപോലെ തന്നെ ജോസ് കെ മാണി. ഇവരുടെ കാര്യങ്ങൾ ബോധിപ്പിച്ചായിരുന്നോ? ഞാൻ 2 ആഴ്ച മുമ്പ് MLA യുടെ അടുത്ത് വിവരം ചെന്ന് പറഞ്ഞു. MLA ഇല്ലായിരുന്നപ്പം ചേട്ടാ ആരും പരാതിപ്പെട്ടില്ലെന്ന്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ഞാൻ പരാതിപ്പെട്ടു. ഇപ്പം വേറൊരാൾ വന്ന് നിങ്ങളോട് ഈ പരാതി പറയുകയാണെങ്കിൽ നിങ്ങൾ എന്നാ പറയും? ആരും പരാതിപ്പെട്ടില്ലെന്ന് പറയും. ഞാൻ തന്നിട്ടില്ല, എൻ്റെ പേരും അഡ്രസ്സും എഴുതി വെച്ചിട്ടില്ല, നീ ഫോൺ നമ്പർ തന്നിട്ടില്ല, നീ ഇത്രയും തന്നിട്ട് ഞാൻ പോകാതെ എന്നാന്നറിയോ? 2 ആഴ്ച ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ ചെല്ലും. ഒന്നുമല്ലേ നിങ്ങൾ ഫോൺ നമ്പർ എൻ്റെ മേടിച്ചാൽ നിങ്ങളെ ഒന്ന് വിളിച്ചോ എന്ന് ചോദിക്കും. നിങ്ങൾ എന്നാ പരാതിയായിട്ട് വരാന്ന് ചെയ്യും? നിങ്ങൾ എന്തിനാ ഞാൻ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്തിനാ ഞാൻ വോട്ട് ചെയ്യുന്നത്? ഞാൻ പുള്ളിയുടെ ഓടുന്ന് ചോദിച്ചു. അന്നേരം എന്നെ വിളിച്ചോണ്ട് പുറത്തോട്ട്. എല്ലാവർക്കും ഇത് കൈയുണ്ട്. ഇവർ ഞാൻ ചോദിക്കട്ടെ, ചുമ്മാ കിട്ടുന്ന കാശ, ഒരു കൊല്ലം ജോലി ചെയ്താൽ കിട്ടുന്ന കാശ് ഒരു 110 ഏക്കർ അല്ലെ 100 ഏക്കർ പാറ അങ്ങനെ പൊട്ടിച്ചിറങ്ങി ഒരു കുന്ന് മൊത്തം പൊട്ടിച്ച് ഒരു പ്രദേശം മൊത്തം പൊട്ടിച്ചിറങ്ങാൻ എത്ര ഭീകരമാണ്. ഞങ്ങൾ അവിടെ നിന്ന് കാല് നിലത്ത് ഉറക്കുന്നില്ല. ഇതൊന്നുമല്ല, അതിന്റെ അപ്പുറം വേറെ കൂടെ ഉണ്ടായിരുന്നു കിണറ്റുകരയുടെ. അതിന്റെ കീഴെ താമസിക്കുന്ന മനുഷ്യന്റെ വീട്ടിൽ കല്ലും മണ്ണും വന്നു. അന്ന് ഞാൻ അവിടെ നിൽക്കുമ്പോഴാ. അപ്പം കിണറ്റുകരയിൽ ഒരുത്തം വന്നപ്പോ പറഞ്ഞു അത് കൂടുതൽ പേടിപ്പിക്കാനൊന്നുമില്ല, വണ്ടി പിടിച്ച് വന്നെ കുന്നുകളെന്ന് പറഞ്ഞു. ഈ പാറമടക്കാരൻ എന്റെ കൂടെ രാരിച്ചൻ എന്ന് പറയും, കടുക്കുന്ന രാരിച്ചൻ. ഞാൻ വിളിച്ച വന്നില്ല. നിങ്ങൾ അവിടെ പോയ താഴത്തെ അടിവശത്ത് ഒരു വീട്ടില്ലേ, ഒരു പൊക്കം കുറഞ്ഞ വീട്ടിൽ എരുമേലിക്കാരൻ രാരിച്ചൻ. രാരിച്ചൻ എന്ന് പറയാം. അപ്പൊ രാജ്യം പറഞ്ഞു ഇത് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എടോ സുഹൃത്തെ, ജീവൻ എന്ന് പറഞ്ഞാൽ തനിക്കും എനിക്കും എല്ലാം ഒരു ജീവനേ ഉള്ളൂ. അത് ചിലപ്പോ താൻ ഒരു വഴി വിട്ടാൽ തീരാനേ ഉള്ളൂ. താനെന്നെ ചിന്തിക്കാത്തെന്ന് പറയും. എടോ സ്വത്തും കുത്തും ഒന്നുമല്ല, വ്യക്തിത്വം. ആ വ്യക്തിത്വം ഇല്ലാത്ത താനൊക്കെ സംസാരിച്ചിട്ട് കാര്യം തന്നെ എനിക്കറിയാവോ എന്ന് പറഞ്ഞു. കാരണം താൻ എന്റെ അമ്മയുടെ ചേട്ടത്തിന്റെ മകനും ഇവരെല്ലാം ഒരു കൂട്ടുകാരാ. ഒരു വക്കീലുണ്ട്, അടിയനൊരു വക്കീലുണ്ടായിരുന്നു. ഇവർ ഈ ചെവിത്തണ്ണി 3 എരുമയായിട്ട് നടന്നോന്നെ കണ്ടുകര തർനാടൂടെ വഴി കൂടെ. കുറ്റം പറയല്ല, നമ്മൾ പറയാൻ കൊള്ളിയല്ല, ഈ സമയമായിട്ട് പറയാം. 3 എരുമയായിട്ട് നടന്നവൻ എന്റെ ഒരു പകലൊരു അളിയനാ, വക്കീലാ. അപ്പം പുള്ളി കേരള കോൺസുകാരനാ.
പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പം ഒരു ചെലവയായിട്ട് നടന്ന് ഈ പഞ്ചായത്തിന്റെ ചെറിയ വർക്ക് ചെയ്ത് കാശുണ്ടാക്കി എവിടുന്നോ ഒരു ഗിറ്റാച്ചിയായിട്ട് എവിടെ കയറി ഹൈറേഞ്ചിൽ കയറി. അവിടെ കല്ല് പൊട്ടിച്ച് ഇതുപോലെ കളിപ്പിച്ച് കൊടുത്ത് കാശാക്കി ഇവിടെ വന്ന് കയറി പിടിച്ചതായിട്ട്. അത് കഴിഞ്ഞ് 2 റെയ്ഡ് നടന്ന പുള്ളിയുടെ കോടികൾ പൈസ കൊണ്ടുപോയി. കാഞ്ഞിരപ്പള്ളിയിലെ ഒരുമാതിരിപ്പെട്ട മുതലാളിമാരെല്ലാം ഇവർക്ക് ADC ആണ്. പൊട്ടങ്കളം കുറുനാക്കോല ഇങ്ങനെ അദ്ദേഹം ഈ പറഞ്ഞ വെല്ലി കടത്തേറിയ ആളാണ് അതിന്റെ ആള്. ആ വെല്ലി കടത്തേറിയ എന്ന് പറഞ്ഞ ആൾ AK സീസർ ചെമ്പലമറ്റ യൂണിറ്റിന്റെ മെയിൻ ആളാണ്. അവരെ കൂടിയാണ് കേരള കത്തോലിക്ക അങ്ങനത്തെ ഒരാൾക്ക് പല രീതിയിലുള്ള സ്വാധീനങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. പള്ളിയാണേലും അച്ഛന്മാരാണേലും കൂട്ടത്തിലാണ് ഒരു പരിധിവരെ. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരുന്നു 3 വർഷം രാമപുരത്ത് ഇപ്പൊ സംഭവിച്ചിട്ട് അവിടുത്തെ വികാരി അച്ഛന് സജീവമായിട്ട് ഇറങ്ങി അങ്ങനെ പിടിച്ച് അകത്തിട്ടായിരുന്നല്ലോ. എന്നിട്ട് അതിന് അച്ഛന്റെ പേരെന്നെ മറന്നുപോയല്ലോ. കേക്ക് അരമനക്കാര് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാര്യം പിടിച്ച് അങ്ങനെ ഇറക്കിക്കൊണ്ട് പോയത്. അങ്ങനെ പറ്റി ഇപ്പൊ ഒരു വീട് അതിനുശേഷം ഞാൻ കേട്ടറിയോ അരമനയിൽ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞ ഒരു പരിപാടിക്ക് പോയേക്കരുത്. വണ്ടി അതെന്തുകൊണ്ടാണെന്നറിയോ? നേരില്ലാത്തത് കൊണ്ടാ ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെ. നമ്മള് കറക്റ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നേരെ പറയാൻ പറ്റും. വേറൊരുത്തന്റെ അടുത്ത് വാട്ട പിടിച്ച് അവനെ കൊണ്ട് കാര്യം സാധിച്ചിട്ട് അടുത്ത കാര്യം ആമെന്ന് പറയാം. അന്ന് ഞങ്ങൾ ഇങ്ങനെ ചെയ്തു തന്നല്ലേ, ഇന്ന് നിങ്ങൾക്ക് എന്നാ ചെയ്താലെന്ന് ചോദിച്ചാൽ വായി നാക്കില്ലാതെ വരും. ആണോ? ഈ അങ്ങനെയൊക്കെ ചെയ്യും. അതെ ചെയ്യും. ഇവരുടെ കൈപ്പട തന്നെ സത്യസന്ധത ഇല്ലെന്നായി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഉണ്ടല്ലോ ജീവിതത്തിൽ വിജയിക്കുക. നമ്മൾ എത്ര പ്രഗത്ഭനായിട്ടുണ്ടാക്കിയാൽ ഇപ്പൊ ബിഷപ്പ്മാർ അച്ഛന്മാർ എന്തെങ്കിലും എതിർപ്പായിട്ട് പറഞ്ഞ സഭയ്ക്ക് ഒരു സംഭാവന കൊടുത്താൽ പോരെ, തിരിയല്ലേ? അല്ല, ഇവർക്ക് നേരത്തെയും പൈസ മതിയല്ലോ. അതെ, ഈ പറഞ്ഞ ഈ നല്ല അച്ഛന്മാരുണ്ട്, അവരിടപെടുന്നില്ല, അവരിടപെടുകയില്ല. നല്ല അച്ഛന്മാര് പറയും ഈ കോളിന് ഞാൻ ഇല്ലെന്ന് പറയും. ഇടപെട്ട് കഴിഞ്ഞാൽ മോളിൽ നിർദ്ദേശമുണ്ട്. രാമപുരത്തെ അറസ്റ്റ് എന്ന് പറഞ്ഞ അച്ഛൻ ഒരു മനുഷ്യപറ്റുള്ള അല്ല. അങ്ങനെ അവിടുന്ന് മാറ്റിയിട്ട് എവിടെ കൊണ്ട് കാണിച്ചു അറിയത്തില്ല. അങ്ങനെ ഒരു മനുഷ്യപറ്റുള്ള മനുഷ്യനാവുകൊണ്ട് സത്യം പിന്നെ പോയി നിന്നു. പക്ഷെ അച്ഛന് മോളിൽ നിന്ന് ചോദ്യം വന്നു. ഒരച്ഛന്മാര് കണ്ടത് പോയിട്ടില്ല. ഇനിയിപ്പോ ഈ പണ്ട് ഈ ക്രിസ്ത്യാനിയുടെ ഇടയിൽ പുണ്യാളന്മാരുണ്ടായെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണെന്നറിയോ? സത്യത്തിനും നീതിക്കും വേണ്ടി അവര് നിന്നവര് മാത്രമേ മരിച്ചിട്ടുള്ളൂ. അവനെ തല്ലിക്കൊന്നിട്ടുണ്ടോ? ഇല്ലേ? അല്ലെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. എന്തേലും ചെയ്യുന്നുണ്ട് അവനെ പുണ്യാളനാണ്. നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്നവൻ അവൻ പുണ്യാളനാണെന്ന് കൂട്ടിക്കൊണ്ടാൽ മതി. ആ വേറെ അവന്റെ കൈ ശുദ്ധമായിരിക്കണം, അവന്റെ മനസ്സ് ശുദ്ധമായിരിക്കണം. പുറകെ പൈസ ഇന്നിപ്പം വാർത്താമാധ്യമങ്ങൾ വളർന്നു. പിന്നെ മറ്റേ ബാങ്കിന്റെ നമ്പർ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, പൈസ കിട്ടുള്ളൂ. ഇപ്പൊ കൈപ്പറ്റിയതായിട്ടോ മേടിച്ചായിട്ടോ യാതൊരു തെളിവുമില്ല. അവന്റെ അക്കൗണ്ടിൽ പൈസ വരും ഫോണിലോട്ട്. ഈ ഇരിക്കുന്ന ജോസഫേട്ടൻ എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ 85 വയസ്സുള്ള അപ്പം കിടക്കുക, ക്ഷീണമായിട്ട് രോഗിയായിട്ട് അറ്റാക്കുള്ള ആളാ, മരുന്ന് കഴിച്ചോണ്ടിരിക്കുന്ന. മാസം 10,000 രൂപ 15,000 രൂപയുടെ ഗുളിക മരുന്ന് കഴിക്കുന്ന മനുഷ്യനാ. ആ മനുഷ്യനെ ആ പരിക്കകത്ത് കിടക്കുക. ഇവിടെ മോളി ദേവസ്യാന്ന് പറയുന്ന ഒരു പാർട്ടി താമസിക്കുന്നുണ്ട്. അവന്റെ ആഴ്ച 3 പ്രാവശ്യം ബ്ലഡ് കയറ്റുന്ന പാവപ്പെട്ടവനാ. 3 സെന്റ് ഒരു പേര് എല്ലാവരും സഹായം ചെയ്ത് അവനെ എന്നും ആഴ്ച കൊണ്ടുവന്ന. അവനൊക്കെ ആ പരിക്കകത്ത് ഇരിക്കാൻ പറ്റത്തില്ലെന്നേ. അതൊരു ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പുള്ളിക്കാരൻ പിന്നെ ഒരു 3 കിലോമീറ്റർ അകലെ നാട്ടുകാർ എത്ര അധികം ബുദ്ധിമുട്ട് അനുഭവിക്കാതെ നമുക്ക് ഇത്ര മാത്രം. ഇതിപ്പോ എന്റെ സഹോദരൻ ഞങ്ങൾ ഇന്നുവരെ ഇറങ്ങാത്ത ഒരു പരിപാടി ഞങ്ങൾ 4 പേരോ ഇതിന് ആവശ്യമില്ല പോയിട്ടില്ല ഇതുവരെ. എന്നാന്നറിയോ? മിടുക്കന്മാര് സമരം ചെയ്തു, കുറെ കാശ് മേടിച്ചു. ഇതുവരെ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ടാവുമായിരിക്കും. വേണമല്ലോ, ഉണ്ടായിക്കോട്ടെ. എന്നെ വിളിച്ച് പറഞ്ഞ മര്യാദക്ക് ഇരുന്നതിൽ ചെപ്പ അടിച്ച് പൊട്ടിക്കുന്നു. ഞാൻ പോലീസില് രാജുവല്ല, നമ്മുടെ സജിമോൻ അബ്രാഹം പാലക്കാട് കിടങ്ങുകാരന് സജി പാലക്കാട്ടെന്ന് വിട്ടു. ഞാൻ പോലീസിൽ SP കൊടുത്തു, DGPക്ക് കൊടുത്തു. അന്ന് മുതൽ പോലീസിന്റെ പ്രൊട്ടക്ഷൻ നമുക്കുണ്ട്. അതെ, രാവിലെ 3 മണിക്ക് 5 മണിക്ക് കല്ല് ഇവിടുന്ന് ലോറിയെ കയറ്റി. ഞാൻ വിളിച്ചു പറഞ്ഞു, സ്ക്വാഡ് വന്ന് വണ്ടി പിടിച്ചു. അത് അറിഞ്ഞുകൊണ്ടാണ് മര്യാദ ഞാനാ പാറമള നിർത്തിച്ചത്. വാസ്തവത്തില് 3 വർഷം. അത് 3 വർഷം അയ്യോപ്പ ഞാനൊരാളായതേ ഉള്ളൂ. അവരൊന്ന് പരിശോധിച്ച് പാറമള മഞ്ഞ പെയിന്റ് അടിച്ചിട്ടിരിക്കുന്ന പാറമള. എന്നിട്ട് അതിപ്പോ പൊട്ടാൻ എന്തുകൊണ്ടാ? ആദ്യമൊക്കെ ഇവര് നിലം പഠിക്കാനൊക്കെ അവർ അനുമതി മേടിച്ചത്, ഗ്രൗണ്ടിങ് എന്നൊക്കെ പറഞ്ഞാ മേടിച്ചത്.
ഈ ഗ്രൗണ്ടിങ് വരുമ്പോഴത്തെ പൊട്ടിക്കുന്ന കല്ല് മുഴുവൻ അവരാണ് ലോറിയെ കയറ്റി വിടുക. ഇവർ പാവപ്പെട്ടവന് പെരയുടെ ആവശ്യത്തിനായിട്ട് ഒരു 2 ലോഡ് കല്ല് പൊട്ടിച്ചെടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവർ പാഞ്ഞെത്തും. ജിയോളജിക്കാർ മുഴുവൻ വരും. ഇപ്പൊ ഇവർ തന്നെ ഉറങ്ങിക്കിടക്കുവാണോ? ജിയോളജിക്ക് വകുപ്പ് എവിടെ? കോട്ടയത്താണോ? ഭാര്യ രൂപത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. അതെ. ഇവര് ഈ ജിയോളജിക്ക് വകുപ്പ് എന്തിനാ എന്തേലും പ്രശ്നം പ്രദേശം മൊത്തം പൊട്ടിച്ചിറങ്ങിയിട്ട് ഒരു പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്കിയാൽ പോലും എത്തിയാലത്തോടത്തോളം ദൂരത്തിൽ ഇതിപ്പോ 2 മാസമേ ഉള്ളൂ പൊട്ടിക്കാൻ കാശ് മേടിക്കാൻ ഈ ഉദ്യോഗസ്ഥരൊക്കെ പണി വേണം. ഈ കോട്ടയത്തുള്ള ജിയോളജിക്കൽ വകുപ്പുകാർ 110 ഏക്കർ ഈ പ്രദേശം മൊത്തം പൊട്ടിച്ചുകൊണ്ടിരിക്കുക, കുന്നുകൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ജിയോളജിക്കൽ വകുപ്പുകാരെ കൈക്കൂലി മേടിച്ചിട്ട് പറയാണ്, കൈക്കൂലി മേടിച്ചിട്ട് ഈ പ്രദേശവാസികൾക്കെല്ലാം അതായത് ജീവനെ ഹരിക്കുന്ന രീതിയിലുള്ള പാറ കണ്ണാണ് ഒരു കുന്ന് മൊത്തം ഇടിച്ച് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ദിവസം ഒരു 70 കിറ്റാച്ചിയും അതുപോലെ തന്നെ ഒരു 150-200 ടോർസ് കല്ലിവിടെ പൊട്ടിച്ചിട്ട് അതർ സ്റ്റേറ്റിലേക്കാണ് കല്ല്. ഇനി ഇപ്പൊ ഉടനെ തന്നെ പ്രഷർ വരാൻ പോകുന്നു, കേൾക്കുന്നു. പ്രഷർ അതിനോട് സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുക. പ്രഷറോട് വന്നാൽ പരമസുഖമായി. അതായത് ഇവിടുന്ന് നമ്മൾ പ്രൈവറ്റാണെന്ന് വരികയാണെങ്കിൽ സ്കൂൾ എത്ര ഉണ്ടോന്നറിയോ? അവിടെ സ്കൂളുണ്ട്, അവിടെ നേഴ്സറി ഉണ്ട്, പിള്ളേരെ വിടുന്ന സമയമാണ്. അത് കഴിഞ്ഞ് ഉള്ളനാട്ടിൽ വന്നു കഴിഞ്ഞാൽ നേഴ്സറി ഉണ്ട്. 8ാം ക്ലാസ് വരെ പഠിക്കുന്ന പിള്ളേരുണ്ട്. അതുപോലെ തന്നെ പ്രായമായവർ നടന്നു വരുന്നവരുണ്ട്. ഈ വഴി എന്ന് പറയാൻ ചെറിയ വഴിയാ. അവരാണ് ഇത് മുഴുവൻ കട്ടർ മുഴുവൻ അടച്ച് ഭംഗിയായിട്ട് ടാർ ചെയ്തിട്ടിരിക്കുന്നത്. ഒരു സൈക്കിൾ പോലും പോകത്തില്ല. അറിയോ? ഒന്നാമത്തെ വീതി ഇല്ലാത്ത വഴി. ഒരു ടോർസ് പോയി കഴിയുമ്പോൾ ആള് വെച്ചു പോകും. കാരണം അത്രയും പവറാണ് ഇതിന്റെ ശക്തി. സ്പീഡിൽ പാഞ്ഞു വരിക. അതായത് വണ്ടിയെ കൊണ്ടുവന്ന കല്ലിന്റെ അളവ് എന്താ? 40 ടണ്ണ്. ഈ സാധാരണ ഈ ലോക്കൽ റോഡെ പോകുന്ന ഈ മലയുടെ കുന്ന് ഒരു മൊട്ടക്കുന്ന് പോലെ നമുക്ക് ഈ 110 ഏക്കറിൽ കണക്കാക്കാം. അങ്ങനെയല്ലേ ഇതിന്റെ കടന ഞങ്ങൾ കണ്ടപ്പോ ഇതിന്റെ അപ്രവശവും ഈ മലയുടെ അങ്ങേ വശം കയ്യൂല അല്ലേ? അത് അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. അതിന്റെ ഏതാണ്ട് ഭാഗം മേടിച്ചിട്ടുണ്ട്. ഇതിന്റെ അങ്ങേ വശം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ട്. അവിടെ ഒരു 10-16 വീട്ടുകാർ ഉരുളുപൊട്ടി അവരെ ഇവിടുന്ന് മാറ്റിയതാ. ഈ ചേട്ടൻ കേസ് കൊടുത്ത ഇടയ്ക്ക കയ്യൂര് അങ്ങേ ഭാഗത്തുനിന്ന് ഉരുളുപൊട്ടിയിട്ട് അവരെ വീട്ടിൽ സ്കൂളിലേക്ക് മാറ്റിയിട്ട് സർക്കാരിൽ നിന്ന് അവർക്ക് വീടും സൗകര്യം ചെയ്തു കൊടുക്കാതെ അവർ മാറി എഴുതുന്ന സമരം ചെയ്യും. എന്നിട്ട് അതെങ്ങനായിരുന്നു അവസാനിച്ച്? പൈസ കൊടുത്തങ്ങാണ്ട് അല്ല, അന്നത്തെ ജയശ്രീ കളക്ടർ പറഞ്ഞു നിങ്ങൾക്ക് വീടും സ്ഥലവും പണ്ട് തരാൻ നിങ്ങൾ സമ്മതിക്കരുതെന്ന് പറഞ്ഞു. അവര് സമ്മതിച്ചില്ല, അവരുടെ കാലത്ത് സമ്മതിച്ചില്ല. അങ്ങനെ നിന്ന് പോയതാ പാറമടം. അതിന്റെ അടിവശത്ത് താമസിക്കുന്ന വീട് കിട്ടിയോ? ഇല്ല, വീട് കിട്ടിയില്ല. അപ്പോൾ ഇപ്പൊ ഈ നിലവിൽ ഈ പാറമട ഇപ്പൊ ഈ പാറപ്പൊട്ടിയിൽ നടക്കുന്ന സ്ഥലത്തല്ല ഉരുള് പൊട്ടിയത്. അതിന്റെ ഇതിൽ പെട്ടത് തന്നെ ഈ മലയുടെ ഒരു വശം. അപ്പൊ ഇത് പരിസ്ഥിതി ലോല പ്രദേശമാണ്. അത് അങ്ങനെയുള്ളടത്ത് പാറ പൊട്ടിക്കാനാണ് നിയമമില്ല. ജനവാസ മേഖലയാണ്. ഉരുള് പൊട്ടി, അതായത് ഉരുള് പൊട്ടി ആ പ്രദേശം റെഡ് സോൺ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കാലത്തും പാറ പൊട്ടിക്കാൻ യാതൊരു അനുമതിയില്ല. അപ്പൊ ഇത് ജിയോളജിക്കൽ വകുപ്പുകാരുടെ കൃത്യമായിട്ടുള്ള ക്രമക്കേട് തന്നെയാണ്. ഇവര് പൈസ മേടിച്ചിട്ട് തന്നെയാണ്. കോട്ടയം ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് അധികാരികളെ ബന്ധപ്പെട്ടിട്ട് ഇവർക്ക് വേണ്ട ഒരു അന്വേഷണം നടത്തിയിട്ട് ഇവരുടെ ബാങ്ക് അസറ്റ്, ഇവരുടെ സ്വത്ത് കാര്യങ്ങളൊക്കെ പരിശോധിച്ച് എന്തുകൊണ്ടാണ് ഇവരിവിടെ ഈ പ്രദേശത്ത്, ഈ സ്ഥലത്തിന് പേരിനേടാ മീനച്ചി താലൂക്കിലെ ഉള്ളനാട് കരയിൽ ആലമറ്റം എന്ന പ്രദേശത്ത് 10 ഏക്കർ സ്ഥലം 3-ാം വാർഡില് പൊട്ടിച്ചോണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ഇതൊരു അന്വേഷണം ഉണ്ടായിട്ട് കാര്യമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ജീവനും സ്വത്തിനും സംരക്ഷണം ഞങ്ങൾക്ക് തരിക. ഇവിടെ താമസിക്കുന്ന മനുഷ്യർക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം തരിക. അതിനാണല്ലോ ഈ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയാം. അല്ല നമ്മുടെ വീട് പോരാനോ? ഇവരെ ശമ്പളം മേടിച്ചല്ലേ നമ്മള് ചെലവ് കിട്ടിയ നമ്മള് രാവിലെ പണിതിട്ടാ അല്ലെ എന്തെങ്കിലും പണിയെടുത്താ ജീവിക്കുന്നത്? എന്തുകൊണ്ട് ഇവർക്ക് തരത്തില്ല? ജീവനും സ്വത്തിനും സംരക്ഷണം തരണം. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം മാറ്റോടെ വരാം. ഞങ്ങൾ മാറിയേക്കാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം പറയാം. ഇപ്പൊ ഞങ്ങളുടെ എല്ലാം കൂടെ മേടിച്ചോട്ടെ, ഞങ്ങൾ മാറിയേക്കാം. അല്ലാതെ ഇവിടെ കിടന്ന് ഞങ്ങൾ ഇവന്റെ വെടിയും പോകാൻ കേട്ട് കിടക്കുന്ന കാര്യമുണ്ടോ? ഞങ്ങൾ ഇവിടെ കരമടയ്ക്കുന്നവരല്ലേ? പൗരത്വം എന്ന് പറയുന്നത് എന്നാ? ജനാധിപത്യ രാജ്യമല്ലേ ഇത്?
ഒരുത്തന് തന്നെ ഇവിടെ ജീവിച്ചു, ഒരുത്തൻ തന്നെ കല്ലും പൊട്ടിച്ച്, ഒരുത്തൻ മുതലാളി അവനും കൈ കൊണ്ട് 2 കൈ കൊണ്ടേ വാരി തിന്നാൻ പറ്റുള്ളൂ. എനിക്കും 2 കൈ കൊണ്ട്, ഞങ്ങൾക്ക് എല്ലാം 2 കൈ കൊണ്ടേ വാരി തിന്നാൻ പറ്റുള്ളൂ. ഇവൻ കൂടുതൽ ദിവസം ഉണ്ടായിട്ട് കാര്യമാണ്. സിജി എന്നെ എടുത്തോ, സിജി എടുത്തോ. റെഡ് സോൺ ഇവിടെ തോടുണ്ട്, അതിന്റെ ഫോട്ടോ എടുത്തിട്ട് വന്നിട്ട് ജൂലൈ അവസാനം ഒന്നുകൂടെ വരണം. ആ തോട് ഞങ്ങളിന്റെ സ്ഥിരമുണ്ട്. അതെ, താഴെ തന്നെ ഇതൊക്കെ കണ്ടു. അത് 2 മണിക്കൂർ മഴ പെയ്ത് ആ മണ്ണ് മുഴുവൻ വന്ന് ഈ തോട് നിറഞ്ഞിരിക്കും. അതുപോലെ വണ്ടിക്കാര് ടോറസിന്റെ നമുക്കറിയാവോ, ഇനിയിപ്പോ ശരിക്കും മഴ പെയ്ത് കഴിഞ്ഞാണോ പിന്നെ ഇവിടെ മുഴുവൻ വെള്ളമായിരിക്കും. ഇങ്ങോട്ട് വരുന്ന പാലക്കാട് മുഴുവൻ വെള്ളം. നമുക്ക് ആ മുകളിൽ കയറുന്ന രൂക്ഷമായിട്ട് അവിടെ ഈ റോഡിന്റെ മുകളില് ഞാൻ കാണിക്കാം. നമുക്ക് റോഡിന്റെ മുകളിൽ കയറുന്നത് കാണാം. എന്നാ രസമാണ് വണ്ടി കിടക്കുന്നത്, കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാം. വണ്ടി എത്ര ഉണ്ട്, 7 8 ഹിറ്റാച്ചി ഉണ്ട്, ബ്രേക്കർ ഉണ്ട്, പിന്നെ മറ്റേ ജാക്കി ഉണ്ട്. ഇതെല്ലാം കൂടെ അങ്ങോട്ട് തുളയ്ക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേന് എന്നാ അവസ്ഥയാണെന്നറിയോ? നമ്മള് പിന്നെ ട്രെയിനെ പോകുന്ന പോലെ ട്രെയിനെ സമാധാനമായിട്ട് കിടക്കാൻ പറ്റുമോ? ഇരിക്കാൻ പറ്റുമോ? കൃത്യമായിട്ട് കാണാം. കൃത്യമായിട്ട് കാണാം അതിന്റെ കളികൾ. ഇതെല്ലാം കൂടെ ഇടിക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ഒരേ സമയം 6 7 ഹിറ്റാച്ചി ഇതിനകത്ത് കോരി ഇടുന്ന കല്ല് വല്ലതും കൊച്ചുപിള്ളേർ ഇടുന്ന പോലാണ്. എത്ര ആ ബക്കറ്റിനകത്ത് എത്രയാ കൊള്ളുന്നത്? ഇത്ര ഭീകരമായ പാറമണ്ണിയിലെ കേരളത്തിൽ വർഗത്തില്ലെന്ന് തോന്നുന്നു. ഇത്ര ഭീകരമായ ഇത്ര ഏക്കർ ഇല്ല, ഇത് ഒരു മനുഷ്യൻ കഴിയല. കാശ് കിട്ടിയ പോരെ. ഈ രാമപുരത്തെ അച്ഛനെ അറസ്റ്റ് ചെയ്തതോടുകൂടി ഉടനെ സത്യക്രിസ്ത്യാനികളെല്ലാവരും പുറത്തോട്ട് പോയി. കാരണം അരമന് തന്നെ ഇടപെടാനില്ല.